എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ന്യൂ SCRT സീരീസിലെ മറ്റൊരു ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2ൽ നിന്നുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ ടെലിഗ്രാം ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മൾ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത് ഏത് ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ ഈ ഒരു 8ാമത്തെ ചാപ്റ്ററാണ് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നത്. നമ്മുടെ കമന്റ് ബോക്സിൽ കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബുക്കിന് ഓഡിയോ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളത്. ഓഡിയോ അവൈലബിൾ ആണ്. എല്ലാ നോട്ട്സിനും തന്നെ നമ്മൾ ഓഡിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോട്ട് ടോപ്പിക്സിന് ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പോലെ തന്നെ നോട്ട്സും അവയുടെ ഓഡിയോയും ഒപ്പം തന്നെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ USCRTയുടെ നോട്ട്സും അവയുടെ ഓഡിയോയും ഇനി ഉടൻ തന്നെ അവൈലബിൾ ആക്കും. വിശദാംശങ്ങളെല്ലാം മിസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാത്തിനും തന്നെ നമ്മൾ ഓഡിയോ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ USCRT ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു ക്ലാസ് റെഫർ ചെയ്ത് നോട്ടും അതിന്റെ ഓഡിയോയും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾക്ക് SCRT നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ദേശീയ പ്രസ്ഥാനവും കേരളവും കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തെക്കുറിച്ചും അതിനെതിരെയുള്ള പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ കേരളത്തിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ അധിനിവേശവും അതിനെതിരായിട്ട് നമ്മുടെ തദ്ദേശീയരായ ജനവിഭാഗങ്ങൾ നടത്തിയ പ്രതിരോധത്തെക്കുറിച്ചും അതിന് നേതൃത്വം നൽകിയവരെ കുറിച്ചുമൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിവിടെ നൽകിയിട്ടുള്ളത് ഒരു പ്രതിമയാണ്. ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു കുളച്ചൽ യുദ്ധം. ഓർക്കുന്നുണ്ടോ? 1741 കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്ക് ഒരു ധീരയോദ്ധാവിന്റെ പ്രതിമ തിരുവനന്തപുരത്ത് പാങ്ങോട്ടുള്ള സൈനിക ക്യാമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രതിമയാണ് ഇത്. അപ്പൊ അത് കുളച്ചൽ യുദ്ധത്തിലെ വിജയം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ കുളച്ചൽ യുദ്ധം എന്താണ്, ആര് തമ്മിലാണ്, ഏത് വർഷം, എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്, ഓർക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലായിട്ടും അതിന് മുന്നേയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും അവർ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള പ്രവർത്തികളും അടിച്ചമർത്തലുകളും അതിനെതിരെ നമ്മൾ നടത്തിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലും അല്ലാതെയുമൊക്കെയായി നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ട് എത്തിയവർ ആരൊക്കെയാണ് ആദ്യം എത്തിയത്, അവരെന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവരെന്താണ് ചെയ്തത്? പൊതുവെ ഇവർ ധനസമാഹരണം, പ്രധാനമായിട്ടും ഇവർ പരമാവധി സ്വത്ത് സമ്പാദിക്കുന്നതിനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇത്തരത്തിലൊരു മത്സരം കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായിട്ട് യൂറോപ്യർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതിൽ മേൽക്കൈ ലഭിച്ചത് ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. അങ്ങനെ യൂറോപ്യരുടെ ആഗമന കാലത്ത് പ്രധാനമായിട്ടും കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഉൾപ്പെടെയുള്ള ശ്രീരംഗപട്ടണം ഉടമ്പടി പോലെ, അതുപോലെ ബ്രിട്ടീഷുകാരുമായുള്ള പല പല ഉടമ്പടികൾ പോലെയാണ് ഓരോ നാട്ടുരാജ്യവും ഓരോ ഭരണത്തിന് കീഴിലായി മാറുന്നത്. അങ്ങനെ മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി മാറി. എങ്ങനെയാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. പിന്നെ 1800 മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലാവുകയും ചെയ്തു. അങ്ങനെ മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. ഈ ഒരു വ്യത്യാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിൽ മലബാർ പ്രദേശം നേരിട്ടുള്ള കമ്പനി ഭരണത്തിലും കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണവുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളിൽ നടന്നിട്ടുള്ള പോരാട്ടവും മറ്റു കാര്യങ്ങളുമാണ് താഴെ പറയുന്നത്. ആദ്യം ഇവിടെ നൽകിയിട്ടുള്ളത് P. കുഞ്ഞിരാമൻ നായർ രചിച്ചിട്ടുള്ള പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതിയിൽ നിന്നുള്ള വരികളാണ്. അപ്പൊ ഇവിടെ നൽകിയിട്ടുള്ള പുരളിമല എന്നത് ഇതിൽ നിന്ന് ആരെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആരാണ്? പഴശ്ശിരാജയെ കുറിച്ചാണ്. പുരളിമല കണ്ണൂരാണ്. 1ാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പുരളിമല എന്നത്. നോക്കാം. ഒട്ടും മറന്നില്ല ഞങ്ങൾ ഇന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ, ഹൃത്തിലെ ചെഞ്ചോര നീരിലി സ്വാതന്ത്ര്യ വിത്തുമുളപ്പിച്ച കർഷക വീരനെ,
സ്വാതന്ത്ര്യലബ്ധിതൻ ലഹരിയിൽ പാടെ മറന്നു മലയാളിയെങ്കിലും. പി കുഞ്ഞിരാമൻ നായരുടെ വരികളാണ്. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? പഴശ്ശിരാജയെ കുറിച്ചാണ്. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെ കുറിച്ചാണ് ഇവിടെ മുകളിൽ പരാമർശിച്ചിട്ടുള്ളത്. നമ്മളൊട്ടും മറന്നിട്ടില്ല ഈ നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ. കോട്ടയം പഴശ്ശിരാജയുടെ രാജവംശം ഏതാണ്? കോട്ടയം രാജവംശമാണ്. അത് ഇന്നത്തെ നമ്മുടെ കോട്ടയം അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. വടക്കേ മലബാറിലെ കോട്ടയം രാജ കുടുംബ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഇദ്ദേഹം ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇദ്ദേഹം എന്താണ്? ദക്ഷിണേന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പഴശ്ശിരാജയുടെ യുദ്ധങ്ങൾ. അപ്പൊ എന്തിനാണ് പഴശ്ശിരാജാവ് ഈ യുദ്ധത്തിന് തയ്യാറെടുത്തത്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളാണ്. എന്താണ് അതിന് കാരണം? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വ്യവസ്ഥ നൽകി. എന്നാൽ എന്ത് സംഭവിച്ചു? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ ഈ ഒരു സ്ഥിതി മാറുകയാണ് ചെയ്തത്. ഈ ഒരു ഉടമ്പടി പ്രകാരം മലബാർ എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. അപ്പോൾ ഈ പറഞ്ഞ ഉത്തരവൊക്കെ മാറി മറിഞ്ഞു. അങ്ങനെ കോട്ടയത്തെ നികുതി പിരിക്കുന്നതിനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിന് നൽകാതെ പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെ ഏൽപ്പിച്ചു. അത് നമ്മുടെ രാജാവിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. ഈ ഒരു അവഗണനയെ പ്രതിഷേധിച്ചുകൊണ്ട്, ഈ ഒരു അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചാണ് പഴശ്ശി രാജാവ് തങ്ങളുടെ ജനങ്ങളോട് പുതിയ അധികാരികൾക്ക് നിങ്ങൾ നികുതി നൽകേണ്ടതില്ല എന്ന് ആഹ്വാനം ചെയ്തു. ഇങ്ങനെയാണ് പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷം ഉടലെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ പഴശ്ശി രാജാവ് ടിപ്പുവിനെതിരായിട്ടുള്ള യുദ്ധങ്ങളിൽ ആരെ സഹായിച്ചു? ഇംഗ്ലീഷുകാരെ സഹായിച്ചു. എന്നാൽ ടിപ്പു പിൻവാങ്ങിയപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ പഴശ്ശിയെ അവഗണിക്കുകയും അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട് രാജാവിന് 1790 മുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷമാണ്, 1793 കോട്ടയം പ്രദേശം പാട്ടത്തിന് കൊടുത്തു. ഇത്തരം നടപടികളെയാണ് പഴശ്ശി രാജാവ് എതിർത്തത്. കോട്ടയത്തെ എല്ലാ നികുതി സംഭരണവും അദ്ദേഹം ഇതുമൂലം എന്ത് സംഭവിച്ചു? നിർത്തിവെപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കമ്മീഷണർമാർ പഴശ്ശി രാജാവിനെതിരെ പരസ്യമായി അവഗണിച്ചുകൊണ്ടാണ് കുറുമ്പ്രനാട് രാജാവിന് പാട്ടം 5 വർഷത്തേക്ക് പുതുക്കി കൊടുക്കുന്നത്. അത് പിന്നീടും എന്ത് സംഭവിക്കും? വിദ്വേഷങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫലമായിട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയും 1795 ജൂൺ 28 പഴശ്ശി രാജാവ് എല്ലാ നികുതി പിരിവുകളും നിർത്തിവെപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിച്ചു. ഈ പഴശ്ശി കലാപം 2 തവണയായിട്ടാണ്. ഒന്നാം പഴശ്ശി കലാപം, അതുപോലെ രണ്ടാം പഴശ്ശി വിപ്ലവം, ആ രീതിയിലാണല്ലോ. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഏത് വർഷമാണ്? 1793 മുതൽ 97 വരെയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയാണ്. കാലഘട്ടം അറിയാലോ, ചോദിക്കാറുണ്ട്, അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠം പുതുക്കി കൊടുത്തതിന്റെ ഭാഗമായിട്ട് കൂടുതൽ അധികാരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പഴശ്ശി രാജാവ് പ്രക്ഷോഭങ്ങൾ ശക്തമാക്കി. അങ്ങനെ 1795 ഏപ്രിലിൽ ബ്രിട്ടീഷ് പട്ടാളം പഴശ്ശിയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടുന്നതിനായിട്ട് ഒരു ശ്രമം നടത്തി. ഈ ഒരു ശ്രമത്തിൽ പഴശ്ശി രാജാവ് എന്തു ചെയ്തു? കൊട്ടാരത്തിൽ നിന്ന് മാറി വയനാടൻ മലകളിലേക്ക് പിൻവാങ്ങി. അപ്പൊ ഇവിടെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാല്, ഇവർ തമ്മിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പഴശ്ശി രാജാവും തമ്മിലുള്ള യുദ്ധം കുറച്ചുകൂടി ശക്തമായി. ആ സമയത്ത് പഴശ്ശി രാജാവ് എന്തൊക്കെ പ്രതിരോധ തന്ത്രങ്ങളായിരിക്കും മെനഞ്ഞിട്ടുണ്ടാവുക? അതാണിതാ ഇവിടെ പറയുന്നത്. താവളം വയനാട്ടിലേക്ക് മാറ്റി. ഒന്നാമതായിട്ട് അദ്ദേഹം ചെയ്തത് താവളം വയനാട്ടിലേക്ക് മാറ്റി. തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു എന്നുള്ളതും. മൂന്നാമത് അദ്ദേഹം ഒളിപ്പോർ നടത്തി, ഗറില്ല വാർഫെയർ നടത്തി.
കുറിച്യരുടെയും കുറുമ്പരുടെയും ഒക്കെ നേതൃത്വത്തോടെ പഴശ്ശി ഗറില്ല യുദ്ധം നടത്തിയത് വയനാടൻ കുന്നുകളിൽ വെച്ചാണ്. അപ്പൊ താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ അദ്ദേഹം കൂടെ ചേർത്തു, ഒളിപ്പോർ ഗറില്ല വാർഫെയർ നടത്തി എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രതിരോധ തന്ത്രങ്ങളാണ്. അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണ് കേന്ദ്രം? കണ്ണൂരിലെ പുരളിമലയാണ്. പുരളിമല. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നതിനായിട്ട് പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവായിരുന്നു. ചിറക്കൽ രാജാവ്. ബോംബെ ഗവർണറായിരുന്ന ജൊനാഥൻ ഡങ്കൻ ആണ് പഴശ്ശി രാജാവുമായിട്ട് ഈ ഒരു സന്ധിയിൽ ഏർപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിലേക്ക് കടക്കുമ്പോൾ നാലാമത്തെ മൈസൂർ യുദ്ധം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷമാണ് ഈ പറഞ്ഞ രണ്ടാം പഴശ്ശി വിപ്ലവം. അത് നോക്കാം ആദ്യം. ശ്രീരംഗപട്ടണം ഉടമ്പടി. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ആ ഒരു ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ്? മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മൈസൂർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഏത് വർഷം? 1792 മാർച്ച് 18. ആരൊക്കെ തമ്മിലാണ് ഉടമ്പടി? ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ് ഉടമ്പടി. ഓക്കെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് കടക്കുമ്പോൾ നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തില് പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുറിച്യ നായകൻ തലക്കൽ ചന്തു, നായർ പടയെ നയിച്ചത് എടച്ചേന കുങ്കൻ, കൈത്തേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ എന്നിവരൊക്കെയാണ് പഴശ്ശിക്ക് ശക്തമായ സൈനിക ബലം നൽകിയത്. ഇതിൽ അദ്ദേഹത്തെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? തലക്കൽ ചന്തുവാണ്. തലക്കൽ ചന്തു. കുറിച്യരുടെയും കുറുമ്പരുടെയും ഒക്കെ സഹായത്തോടെയാണ് പഴശ്ശി ഇവിടെ ഗൊറില്ല വാർഫെയർ നടത്തിയിട്ടുള്ളത്. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ല എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തയ്യാറാക്കിയ ഈ ഒരു പഴശ്ശിയെ കീഴടക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുകയും എതിരെ ഇവർ ബഹുവിധ നടപടികൾ ഉണ്ടാക്കുകയും തയ്യാറാക്കുകയും ചെയ്തു. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ഇവിടെ നൽകിയിട്ടുള്ളത് ഇവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ലഭിക്കുന്ന തുകയാണ്. തുക നൽകിയിട്ടുള്ളത് പഗോഡ രൂപത്തിലാണ്. അതായത് പഗോഡയായിട്ടാണ്. 3000 പഗോഡ ലഭിക്കുമെന്നാണ്. ഇത് വിവരം നൽകുന്നവർക്ക് ഇതിന്റെ പകുതിയും പിടിച്ചു കൊടുക്കുന്നവർക്ക് മുഴുവനും നൽകും എന്ന രീതിയിൽ അന്നത്തെ ഒരു വിനിമയ നാണയമായ പഗോഡയുടെ രൂപത്തിലാണ് പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കേരളവർമ്മ പഴശ്ശിരാജയെ കുറിച്ച് പറഞ്ഞാൽ 3000 പഗോഡ, വീരവർമ്മ രാജാവിന് 1000 പഗോഡ, രവിവർമ്മ രാജാവിന് 1000, പള്ളൂർ എമ്മൻ 1000, പള്ളൂർ രയരപ്പൻ 300, എടച്ചേന കുങ്കൻ 1000 എന്നീ നിരക്കിലാണ് അന്നത്തെ ആ ഒരു പാരിതോഷിക നിരക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലെല്ലാം തന്നെ വിവിധ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പഴശ്ശി രാജാവിനെ തീർത്തും പ്രതിഷേധത്തിന്റെ മുൾമുനയിൽ എത്തിച്ചു നിർത്തുകയാണ് ബ്രിട്ടീഷ് സൈന്യം ചെയ്യുന്നത്. എന്നാൽ കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ ഈ പഴശ്ശിയെ നേരിടുന്നതിനായിട്ട് പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും അതിനൊന്നും തന്നെ ഫലമുണ്ടായില്ല. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ, TH ബാബർ. ഇദ്ദേഹം പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാ നായകരെ വധിക്കുകയും താവളങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പഴശ്ശിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ പ്രശസ്തമാണ്. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. TH ബേബർ പഴശ്ശിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇത്.
അങ്ങനെ പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും തുടർന്ന് 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാം തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലമാണ് മാവിലാന്തോട്. മാനന്തവാടിയാണ് വയനാട് ജില്ലയിലെ മാനന്തവാടി. പഴശ്ശി സ്മാരകം, ഇതാണ് മാവിലാന്തോടുള്ള പഴശ്ശിയുടെ പ്രതിമ. പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ്. ഇതാണ് പഴശ്ശിയുടെ മാവിലാന്തോടുള്ള പ്രതിമ. ഇനി പഴശ്ശി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? മ്യൂസിയം ഈസ്റ്റ് ഹില്ലാണ്, കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വളപട്ടണം പുഴയിലാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം. പഴശ്ശി സ്മാരകം വയനാട് ജില്ലയിലെ മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹിൽ, പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴ. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചത്? പഴശ്ശി രാജാവിനെ കുറിച്ചാണ്. ഇനി നമുക്ക് വേലുത്തമ്പി ദളവയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചും കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ചരിത്ര സംഭവങ്ങൾക്കും ശേഷം പിന്നീട് നടന്ന ചെറുത്തുനിൽപ്പുകളാണ് ഇനി ഇവിടെ പറയുന്നത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാകുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത്? 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒരു കരാർ ഒപ്പിടുകയും ഇതിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും തിരുവിതാംകൂറിന്റെ ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം എന്ത് സംഭവിച്ചു? ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കി. ഇത് റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ തന്നെ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി മാറുകയാണ് ചെയ്തത്. ഈ ഒരു ഉടമ്പടി പ്രകാരം 1805 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതെയായി. ഭരണം ആരെ ഏറ്റെടുത്തു? മെക്കാളെ, ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ ഏറ്റെടുക്കുകയും അതോടെ തിരുവിതാംകൂർ രാജാവായിരുന്ന ബാലരാമ മഹാരാജാവിന്റെ ദളവയായിരുന്ന വേലുത്തമ്പിയുടെ അധികാരങ്ങൾ നഷ്ടമാവുകയും ഉത്തരവുകളൊക്കെ മെക്കാളെ റദ്ദാക്കുകയും ഇതൊന്നും കൂടാതെ നികുതി കുടിശ്ശിക തന്നെ എല്ലാം തന്നെ ഉടനടി അടച്ചു തീർക്കുന്നതിനായിട്ട് നിർബന്ധം പിടിക്കുകയും ചെയ്തു. സ്വാഭാവികമായും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ കമ്പനിക്കെതിരായി ഒരു സായുധ കലാപം സംഘടിപ്പിക്കാൻ ധവളയെ ഇതെല്ലാം പ്രേരിപ്പിക്കുന്നു. ബ്രിട്ടീഷുകാരുമായുള്ള സായുധ സമരത്തിന് തയ്യാറെടുത്ത വേലുത്തമ്പി കൊച്ചി ദിവാനായിട്ടുള്ള പാലിയത്തച്ഛനുമായിട്ട് ഒരു രഹസ്യ സഖ്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്താണ് കാരണം? കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്ന് സമാനമായിട്ടുള്ള ഒരു അനുഭവം നേരിട്ടിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ഛനുമായിട്ട് രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. ഇവിടെ സംഘർഷത്തിന് തയ്യാറെടുക്കുന്ന വേലുത്തമ്പിയും പാലിയത്തച്ഛനും ചേർന്ന് മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുടെയും കോഴിക്കോട് സാമൂതിരിയുടെയും ഒക്കെ സഹായം തേടി. 1808 ഡിസംബറിൽ മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഭവനം ആക്രമിക്കുകയും ചെയ്തു. ഇവിടെ പറഞ്ഞതുപോലെ ഇവരുടെ ഈ ഒരു സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെട്ടു. പിന്നീട് ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വിളംബരമാണ്
കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. കുണ്ടറ വിളംബരം ഇത് നടന്നത് എന്നാണ്? 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി 11-ന് തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങുന്നതിനായിട്ട് വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലമാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. അപ്പൊ അങ്ങനെ തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങുന്നതിനായിട്ട് 1809 ജനുവരി 11-ന് വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതിനെ കുണ്ടറ വിളംബരം എന്ന് വിളിച്ചു. അപ്പൊ എന്താണ് കുണ്ടറ വിളംബരം? കൊല്ലവർഷം 948 മകരം 1-നാണ്. ഈ വർഷമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1809 ജനുവരി 11. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണം എന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. ഇങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിനായിട്ട് തയ്യാറെടുത്തു. ഇവിടെ തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങളൊന്നും ഇഷ്ടമായിരുന്നില്ല. എങ്കിൽ കൂടി നാട്ടുകാരെയൊക്കെ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോടുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കമ്പനി സൈന്യത്തോട് പരാജയപ്പെട്ടു. പിന്നീട് പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറി. ഇതെല്ലാം തന്നെ ദളവയ്ക്ക് തിരിച്ചടിയായിരുന്നു. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. മന്ത്രി പദവി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം സ്വയം മരണം വരിക്കുകയാണ് ചെയ്തത്. കമ്പനി സൈന്യത്തോട് ഇദ്ദേഹം പരാജയപ്പെട്ടു. പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഇവയെല്ലാം ദളവയ്ക്ക് തിരിച്ചടിയായി നിന്ന സമയത്ത് അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു, രാജാവിന് ദളവയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും, ബ്രിട്ടീഷുകാരോടുള്ള യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ദളവ പദവിയിൽ നിന്ന് വേലുത്തമ്പിയെ നീക്കം ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളയുകയും വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം ആത്മാഹുതി ചെയ്യുകയുമാണ് ചെയ്തത്. ഇനി പാലിയത്തച്ഛനെ കുറിച്ച് നോക്കാം. ആരാണ് പാലിയത്തച്ഛൻ എന്ന് ചോദിച്ചാൽ, പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു സ്ഥാന പേരാണ് കേട്ടോ. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെ പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നു. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചിരുന്നു. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്നു. ദളവയെ പോലെ തന്നെ കൊച്ചി രാജ്യത്തിലെ പ്രധാനമന്ത്രി ആയിരുന്നു പാലിയത്തച്ഛന്മാർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് പാലിയത്തച്ഛനും ഈ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ ശത്രുക്കളായി മാറിയത് എന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ പറയുന്നത്. ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛൻ എതിർത്തു. മെക്കാളെ എന്ത് ചെയ്തു? കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടു. അത് പാലിയത്തച്ഛൻ എതിർത്തു. അതോടൊപ്പം പാലിയത്തച്ഛന്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകി. ഇതോടെ എന്ത് സംഭവിച്ചു? പ്രശ്നം കൂടുതൽ രൂക്ഷമായി. പാലിയത്തച്ഛന്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകി. ഇതേ തുടർന്ന് തിരുവിതാംകൂറിലെ ധവളയായ വേലുത്തമ്പിയുമായിട്ട് ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേലുത്തമ്പിയുടെ അധികാരം ഇല്ലാതാക്കുകയും ഇത്തരത്തിൽ അദ്ദേഹത്തെ സംഘർഷത്തിലേക്ക് ആക്കുകയും ചെയ്തപ്പോൾ വേലുത്തമ്പിയും അതേപോലെ തന്നെ
മെക്കാളയുടെ പ്രവർത്തനത്തിൽ രോഷം പൂണ്ട പാലിയത്തച്ഛനും കൂടി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിക്കുന്നുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാരോട് ശക്തമായി അദ്ദേഹം ചെറുത്തു നിന്നുവെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. അതോടെയാണ് നമ്മുടെ വേലുത്തമ്പിക്ക് ഒരു തിരിച്ചടി സംഭവിക്കുകയും പിന്നീട് ഈ ഒരു രീതിയിലേക്ക് വേലുത്തമ്പി മാറുകയും ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കുറിച്യ കലാപമാണ്. അപ്പൊ നമ്മൾ പാലിയത്തച്ഛനെ കുറിച്ച് കണ്ടു, വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ എന്നിവരെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് കുറിച്യ കലാപമാണ്. ഇത് കുറിച്യ കലാപത്തിൽ നിന്നുള്ള ഒരു രേഖാചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്നാണ് കുറിച്യ കലാപം നടന്നത്? 1812 അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുറിച്യരും കുറുമ്രരുമാണ്. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്രരും. ഇവർ പഴശ്ശിയെ കലാപത്തിൽ സഹായിച്ചിരുന്നു. പിന്നീട് ഇവർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ശത്രുക്കളായത് എന്ന് ചോദിച്ചാൽ, കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഗോത്രവർഗക്കാരായ ഇവിടെ നമ്മൾ പറഞ്ഞ കുറിച്യരുടെയും കുറുമ്പരുടെയും ഒക്കെ മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. അതിനാലാണ് ഇവർ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു സംഘർഷത്തിന് തയ്യാറാകുന്നത്. ഇവരോട്, ഈ ഒരു കുറിച്യരോടും കുറുമ്പരോടും ഒക്കെ ബ്രിട്ടീഷുകാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഗോത്രജനതയുടെ തുണ്ടുഭൂമികളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരുന്നതിനായിട്ട് അവരെ അനുവദിച്ചില്ല. നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം തന്നെ വേണം എന്ന് അവർ ആവശ്യപ്പെട്ടു. അത്തരത്തിലാണ് നടപടികളൊക്കെ ഈ ഗോത്രവിഭാഗക്കാരോട് ബ്രിട്ടീഷുകാർ കാണിച്ചത്. 1812 കുറിച്യ കലാപം ആരംഭിക്കുന്നത്. 1812 കുറിച്യ കലാപം. ഈ ഒരു കലാപം ആരംഭിച്ച സമയത്ത് എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ, ഇത്തരത്തിലെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ ഗോത്രവർഗക്കാരെ തടഞ്ഞു നിർത്തിയ സമയത്ത് ബ്രിട്ടീഷുകാർ എന്തു ചെയ്തു? വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കി, പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനെ ഇവർ പോരാടുകയാണ് ചെയ്തത്. അപ്പോൾ കുറിച്യലഹള നടന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. 1812 വയനാട്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഏതാണ് ഗോത്രവിഭാഗം? കുറിച്യരും കുറുമ്രരുമാണ്. ഓക്കെ, സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ ഒരു പോരാട്ടത്തിന് അവരുടെ നേതാവ് ആരായിരുന്നു? രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു കുറിച്യരുടെ നേതാവ്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ ഈ കുറിച്യർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. നേരിട്ട് ആക്രമിക്കപ്പെട്ടു എങ്കിൽ കൂടിയും ബ്രിട്ടീഷുകാർ ഇവരെ അടിച്ചമർത്തി. അപ്പോ കുറിച്യലഹള നടന്നത് 1812 വയനാട്. നികുതി ഏർപ്പെടുത്തിയത് കൊണ്ടാണ്, ഈ കുറുമ്പരുടെയും കുറിച്യരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് ഈ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. കുറിച്യലഹളയുടെ നേതാവ് ആരാണ്? രാമനമ്പിയാണ്. രാമനമ്പിയെ പിടികൂടി വധിക്കുന്നത് 1812 മെയ് 1 ഈ കുറിച്യലഹളയ്ക്ക് ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമുണ്ട്. ഏതാണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യലഹളയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. കുറിച്യ കലാപത്തിന് ശേഷം അടുത്തുണ്ടാവുന്നത് ഇത്തരത്തിലുള്ള നികുതി ചൂഷണത്തിന്റെയൊക്കെ ഭാഗമായിട്ട് സംഭവിച്ച കർഷകരുടെ അതൃപ്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കലാപമാണ്. അത് മാപ്പിള കലാപമാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി പറയുന്നത്. നൽകിയിട്ടുള്ളത് മലബാർ ഗസറ്റിയർ വാല്യം 2 നൽകിയിട്ടുള്ള CA ഇന്നസെന്റ് വാക്കുകളാണ്. 1836 മുതൽ 1853 വരെ 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു എന്നതാണ്. മലബാറിലെ കലാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും ഒക്കെയാണ് കലാപങ്ങൾക്ക് കാരണമായത്. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും ഒക്കെയാണ് കലാപങ്ങൾക്ക് കാരണമായത് എന്ന് ആര് പറഞ്ഞു? മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന വില്യം ലോഗൻ തന്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത്. നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും ഒക്കെയാണ് കലാപത്തിലേക്ക് വഴിതിരിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലായി.
ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും ആക്രമണവും ഉണ്ടായി. അതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നു. ഇത്തരത്തിലുള്ള ചൂഷണം സംഭവിച്ച സമയത്ത് ചൂഷകരായിട്ടുള്ള ജന്മിമാർക്കെതിരെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുമായിട്ട് ഈ കർഷകരെല്ലാവരും തന്നെ അണിനിരക്കുകയും പ്രതിഷേധവും ആക്രമണവും ഉണ്ടാക്കുകയും ചെയ്തു. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിള കർഷകരായിരുന്നു എന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരനും ഈ ഒരു കലാപത്തെ എന്ത് പേരിൽ വിളിച്ചു? മാപ്പിള ലഹളകൾ എന്ന് വിളിച്ചു. അങ്ങനെ മറ്റൊരു കലാപം നമ്മൾ ഇവിടെ കണ്ടു. എന്താണ്? നികുതി നയങ്ങൾക്കും ജന്മിമാരുടെ ചൂഷണത്തിനും കുടിയൊഴിപ്പിക്കലിനുമൊക്കെ എതിരെയായിട്ട് തെക്കേ മലബാറിലെ മാപ്പിള കർഷകർ അണിനിരന്നുകൊണ്ടുള്ള ഒരു കലാപമാണ് മാപ്പിള കലാപം എന്ന് പറയുന്നത്. വില്യം ലോഗന്റെ പുസ്തകമാണ് മാനുവൽ, മലബാർ മാനുവൽ എന്നത് വില്യം ലോഗൻ ആണ്. മലബാർ മാനുവൽ വില്യം ലോഗൻ. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. പ്രശ്നങ്ങൾ നേരിട്ട ഒരു സമൂഹത്തിൽ നിന്ന് ഒരു വികസനം, പുരോഗതി എന്നത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഉദയമുണ്ടാകുന്നത്. അപ്പൊ ഇവിടെ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് പണ്ഡിറ്റ് KP കറുപ്പന്റെ ജാതി കുമ്മി എന്ന രചനയിൽ നിന്നുള്ള വരികളാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ് ജാതി കുമ്മി. വരികൾ ഇതാണ്: നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ? ഇക്കാലത്തിൽ 20-ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ. എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ എന്നാണ് ജാതി കുമ്മിയിൽ പണ്ഡിറ്റ് KP കറുപ്പൻ പരാമർശിച്ചിട്ടുള്ളത്. ഈ വരികളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? മനുഷ്യജീവിതം നാൽക്കാലികളുടേതിനേക്കാളും താഴെയാണോ എന്ന ചോദ്യമാണ് ഇവിടെ പണ്ഡിറ്റ് KP കറുപ്പൻ ഉന്നയിക്കുന്നത്. അപ്പോ 20-ാം നൂറ്റാണ്ടിലും തുടർന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ശോചനീയ അവസ്ഥ നമുക്ക് ഈ വരികളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാനാകും. അപ്പോൾ ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് നോക്കാം. നാം ഇന്നു കാണുന്ന തുല്യതയും സമത്വവും അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ കാണാനായി കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയിരുന്ന സമൂഹമായിരുന്നു അത്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അവിടെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു തുല്യതയോ സമത്വമോ ഒന്നും കാണുമായിരുന്നില്ല. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധാരാളമായി ഉണ്ടായിരുന്നു. അവിടെ ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിച്ചിരുന്നത് എന്താണ്? അദ്ദേഹം ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയാണ്. ആ ഒരു വ്യക്തി ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയാണ് അവിടെയുള്ള സാമൂഹിക പദവി നിർണയിച്ചിട്ടുണ്ടായിരുന്നത്. ജാതി വിവേചനത്തിന്റെ ഭാഗമായിട്ട് ധാരാളം തിന്മകളും കേരളത്തിൽ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാര വിലക്ക്, അതുപോലെ മണ്ണാപ്പേടി, പുലപ്പേടി, പന്തിഭോജന വിലക്ക് തുടങ്ങിയവയൊക്കെ തന്നെ കേരളത്തിൽ സാമൂഹിക തിന്മകളുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരുന്ന, ജാതി വിവേചനം പ്രകടമായിക്കൊണ്ടിരുന്ന കുറച്ച് ആചാരങ്ങളായിരുന്നു. ഇത്തരത്തിലുള്ള സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ കുറച്ച് സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നിട്ട് വരികയും അതിനെതിരെ പോരാടുകയും ചെയ്തു. അങ്ങനെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും നവോത്ഥാനത്തിന്റെ ചിന്തയും എല്ലാം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിൻബലമേവുകയും പിന്നീട് നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് നമ്മുടെ നാട് ജന്മം നൽകുകയും ചെയ്തു. അവരിൽ പ്രധാനപ്പെട്ട ചില സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. റിപ്പീറ്റഡ് ആയിട്ട് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? മിക്ക ആൾക്കാർക്കും മാറിപ്പോവാറുള്ള ആൻസർ ആണ് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. അതുകൂടാതെ നമുക്കറിയാം ഈ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് മാത്രമല്ല, എത്രത്തോളം ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുന്നുള്ളത് PYQ റിവൈസ് ചെയ്ത എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നത് ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് മാത്രമാണ് കേട്ടോ. ഇവ എന്തായാലും കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അടുത്ത ആള് കുര്യാക്കോസ് ഏലിയാസ് ചാവറ.
സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു ഇദ്ദേഹം. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായിട്ട് ഇദ്ദേഹം അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, അതുപോലെ വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെടുന്ന പേരാണ് പള്ളിക്കൂടം എന്നത്. ഇത്തരത്തിലുള്ള പള്ളിക്കൂടങ്ങളിലൊക്കെ ഉച്ചഭക്ഷണത്തിനായിട്ട് വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ പിടിയരി സമ്പ്രദായവും ആരംഭിച്ചിട്ടുണ്ട്. പിടിയരി സമ്പ്രദായം. പിന്നെ പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായിട്ട് ബോർഡിംഗ് സ്കൂൾ തുടങ്ങിയതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പെൺകുട്ടികൾക്കായിട്ട് ആദ്യ ബോർഡിംഗ് സ്കൂൾ കൂനൻമാവിൽ ആരംഭിക്കുന്നതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ശ്രീനാരായണ ഗുരു കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ് ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ശിവപ്രതിഷ്ഠ അരുവിപ്പുറത്ത് നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ ഉദ്ഘോഷിച്ചതും ശ്രീനാരായണ ഗുരുവാണ്. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു എന്നുള്ളതാണ്. പ്രസ്ഥാനം ഏതാണ്? ഇദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമാകുന്നത് 1903 1903 SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം എവിടെയാണ് വരുന്നത്? കൊല്ലമാണ്. കൊല്ലം. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഇദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP. സ്ഥാപിതമാകുന്ന വർഷം എന്ന് പറയുന്നത് 1903 1903 മെയ് 15. ആസ്ഥാനം കൊല്ലം. ആജീവനാന്തകാല അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. ജീവിച്ചിരിക്കെ തന്നെ, ഇതിലൊരു പ്രത്യേകതയാണത്, ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുവാണ്. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുവാണ്. ഇത്രയുമല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇവയെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം. അടുത്തത് ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. ജാതി വ്യവസ്ഥയെ എതിർത്തു, യുക്തിരഹിതമായിട്ടുള്ള ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം എന്നിവ. പ്രധാനപ്പെട്ടത് ഇതാണ്: വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകരിലെ എല്ലാ പോയിന്റ്സും തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വദേശാഭിമാനി ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. എന്നാണ് ഇത് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 1905 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? അഞ്ചുതെങ്ങാണ് കേട്ടോ. അഞ്ചുതെങ്ങാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് അഞ്ചുതെങ്ങിൽ നിന്നാണ്. ആപ്തവാക്യം, ഈ പത്രത്തിന്റെ ആപ്തവാക്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യം ഭയകൗടില്യ ലോപങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്നതാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യമാണ് ഭയകൗടില്യ ലോപങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്നത്. ഇതിന്റെ ആദ്യത്തെ എഡിറ്റർ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. CP ഗോവിന്ദപിള്ളയാണ് ആദ്യത്തെ എഡിറ്റർ. ഓക്കെ. പിന്നീട് 1906 രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിട്ട് മാറുന്നത്. ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം, വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നത് ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാൻ ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ നവോത്ഥാന നേതാവാണ്. ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നത്. PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പത്തനംതിട്ടയിലെ ഇരവി പേരൂരിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. സ്ഥാപിതമാകുന്നത് 1909 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമാകുന്നത്. VT ഭട്ടതിരിപ്പാട്, നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. സാമൂഹിക പരിഷ്കർത്താവാണ്, എഴുത്തുകാരനാണ്. ഇദ്ദേഹം രചിച്ച നാടകമാണ്, പ്രസിദ്ധമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് പ്രസിദ്ധീകരിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ഇത് പ്രസിദ്ധീകരിച്ച മാസിക ഉണ്ണി നമ്പൂതിരിയാണ്. ഉണ്ണി നമ്പൂതിരി. VTയുടെ നാടകമായിട്ടുള്ള അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച മാസികയാണ് ഉണ്ണി നമ്പൂതിരി എന്നത്. അപ്പോൾ നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ്, സാമൂഹിക പ്രവർത്തകനാണ്, എഴുത്തുകാരൻ എന്ന നിലയിലുമൊക്കെ ഇദ്ദേഹം പ്രസിദ്ധനാണ്. ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ എന്നത്. യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് നമ്പൂതിരിയെ മനുഷ്യനായി കാണുക എന്നതാണ്. നമ്പൂതിരിയെ മനുഷ്യനായി കാണുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. ഇതിന്റെ മുഖപത്രം, യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് ഒന്ന് മംഗളോദയം, രണ്ടാമത്തേത് യോഗക്ഷേമം എന്നത്. യോഗക്ഷേമം. ഇനി അയ്യങ്കാളി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ വ്യക്തിയാണ് അയ്യങ്കാളി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായിട്ടും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനുമെല്ലാം പോരാടിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. വില്ലുവണ്ടി സമരം ഏത് വർഷമാണ്? അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷമാണ് 1893. 1893. കല്ലുമാല സമരം എന്നാണ്? കല്ലുമാല സമരം അതൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. എന്നാണ് കല്ലുമാല സമരം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. എന്നാണ് കല്ലുമാല സമരം? ഇവയെല്ലാം വില്ലുവണ്ടി സമരത്തിനും കല്ലുമാല സമരത്തിനും നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി നേതൃത്വം നൽകി ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. ഇതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ് സ്ഥാപിതമാകുന്നത്? 1907. 1907. SNDP ഏത് വർഷമായിരുന്നു? 1903. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിതമാകുന്നത്. മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ.
കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ച വ്യക്തിയാണ് മന്നത്ത്. ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് നായർ സർവീസസ് സൊസൈറ്റി, NSS എന്ന് പറയുന്നത്. NSS സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് 1914 ഒക്ടോബർ 31-നാണ്. NSS നായർ സർവീസസ് സൊസൈറ്റി ആരംഭിക്കുന്നത് 1914 ഒക്ടോബർ 31-നാണ്. ആദ്യ പ്രസിഡന്റ്, NSSന്റെ ആദ്യ പ്രസിഡന്റ് കേളപ്പനാണ്. NSSന്റെ ആദ്യ പ്രസിഡന്റ്. സെക്രട്ടറി, NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. ഓക്കെ, NSS ആരംഭിക്കുന്നത് 1914 ഒക്ടോബർ 31-നാണ്. ആദ്യ പ്രസിഡന്റ് കേളപ്പൻ, ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. പണ്ഡിറ്റ് KP കറുപ്പൻ, കേരള ലിങ്കൺ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇദ്ദേഹത്തിന്റെ കൃതിയാണ് ജാതി കുമ്മി എന്നത്. നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് വായിച്ച വരികളിലെ അത് ഇദ്ദേഹത്തിൻ്റെതാണ്. ജാതി കുമ്മി എന്നത് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് അല്ലെങ്കിൽ ഒരു രചനയാണ് എന്ന് നമുക്ക് പറയാം. കവിയും നാടകകൃത്തുമായിട്ടുള്ള KP കറുപ്പൻ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അരയ സമാജം എന്ന് പറയുന്നത്. അരയ സമാജം. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിക്കുന്നത് 1907 തന്നെയാണ്. 1907 അരയ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1907. വാഗ്ഭടാനന്ദൻ യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. വാഗ്ഭടാനന്ദൻ ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം എന്നത്. ആത്മവിദ്യാസംഘം ആരംഭിക്കുന്നത് 1917 ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയുണ്ട്. അതാണ് സ്വതന്ത്ര ചിന്താമണി എന്നത്. ഈ കവിത രചിച്ചതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ഇതിന്റെ മാനിഫെസ്റ്റോ, ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന ഒരു പുസ്തകമാണ് ആത്മവിദ്യ എന്നത്. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം എന്നത്. അഭിനവ കേരളം എന്നത് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ്. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യമാണ് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്നത്. അഭിനവ കേരളം എന്ന മുഖപത്രത്തിന്റെ മുദ്രാവാക്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്നത് വാഗ്ഭടാനന്ദന്റേതാണ്. ആത്മവിദ്യാസംഘം 1917. അങ്ങനെ ഇത്രയും നവോത്ഥാന നായകരെ നമ്മൾ കണ്ടു. ഇവരെ കൂടാതെ തന്നെ ദാക്ഷായിണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയ നിരവധി സ്ത്രീ മുന്നേറ്റങ്ങളും ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ഒത്തുചേർന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും സ്ത്രീകളുടെയും എല്ലാം അവകാശങ്ങൾക്ക് വേണ്ടിയും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്നതിനും അതിനായിട്ടുള്ള നല്ല ഫലങ്ങൾ കാണാനും സാധിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കുറച്ച് പോരാട്ടങ്ങളുണ്ട്, അവയെക്കുറിച്ച് പഠിക്കാം. ഒന്നാമത് മേൽമുണ്ട് സമരം. താഴ്ന്ന വിഭാഗക്കാർ എന്ന് കരുതിയിരുന്ന തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അത് നിർത്തലാക്കിക്കൊണ്ട് മാർത്താണ്ഡവർമ്മ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഭാഗമാണിത് ഇവിടെ നൽകിയിട്ടുള്ളത്. എല്ലാ മതത്തിലുള്ള ചാനാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്തുകെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റു ഏതു വിധത്തിലെങ്കിലും മാറുമറച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധമില്ലായ്മ കൊണ്ടു വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നുകൊള്ളുകയും വേണം എന്നാണ് ഇവിടെ വിളംബരം ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ എന്ത് സംഭവിച്ചു? മേൽമുണ്ട് സമരത്തിൽ ഒരു വിജയം കാണാനായിട്ട് സാധിച്ചു. ആരാണ് ഈ ഒരു ഉത്തരവ് വിളംബരം പുറപ്പെടുവിച്ചത്? തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ
ഉയർന്ന വിഭാഗം എന്ന് കരുതിയിരുന്നവർ ആക്രമിച്ചു. ഇത് ഇവർക്ക് നിഷേധിക്കപ്പെട്ട കാര്യമായിരുന്നല്ലോ. താഴ്ന്ന വിഭാഗക്കാർ അല്ലെങ്കിൽ ചാന്നാർ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അവർ എന്ത് ചെയ്തു? പക്ഷേ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലത്ത് മേൽമുണ്ട് ധരിച്ചു പ്രത്യക്ഷപ്പെട്ടു. അത് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഇവരെ ആക്രമിക്കുകയും അതുപോലെ അവരുടെ മേൽമുണ്ട് വലിച്ചു കീറി ഉപദ്രവിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26-ന് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇത്തരത്തിലൊരു കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ എന്നാണ് ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ചത്? 1859 ജൂലൈ 26-നാണ്. മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം സ്ത്രീകൾക്ക്, ചാന്നാർ സ്ത്രീകൾ ഒഴിവാക്കപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചത് 1859 ജൂലൈ 26-നാണ്. ഇതാണ് മേൽമുണ്ട് സമരം. ഇനി വൈക്കം സത്യാഗ്രഹമാണ്. ഇതും മറ്റൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് വൈക്കം സത്യാഗ്രഹം. എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഒരു ബോർഡ് കണ്ടോ? അയിത്ത ജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡാണ് ഇത്. അയിത്ത ജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നത്. ഇത്തരത്തിലുള്ള ഒരു വിവേചനത്തെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്നത്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ സംഘടിത പ്രക്ഷോഭമാണ് ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹം. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റിലുള്ള റോഡിലൂടെ താഴ്ന്നത് എന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30-ന് സത്യാഗ്രഹം ആരംഭിച്ചു. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. ഈ സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ തുടങ്ങിയവരാണ്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. എന്നാൽ ഈ ഒരു സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ, വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ്. ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ. പിന്നീട് ഈ ഒരു സത്യാഗ്രഹം നമ്മൾ പറഞ്ഞതുപോലെ ഒരു വലിയ തരത്തിലുള്ള ജനകീയ ശ്രദ്ധ ആകർഷിച്ച ഒരു സത്യാഗ്രഹമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഗാന്ധിജി, പെരിയോർ എന്ന EV രാമസ്വാമി നായ്ക്കർ പോലെയുള്ള നേതാക്കൾ കേരളത്തിലെത്തി. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് ദേശീയ നേതാവായിട്ടുള്ള ആചാര്യ വിനോബ ഭാവെയൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കേരളത്തിൽ രണ്ടാമതായിട്ട് സന്ദർശനത്തിനെത്തുന്നുണ്ട്. ഏത് വർഷമാണ്? 1925-ലാണ്. 1925-ലാണ് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്ത് സംഭവിച്ചു? വൈക്കം സത്യാഗ്രഹം മധ്യസ്ഥതയിൽ അവസാനിച്ചു. ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ. അങ്ങനെ 1925 നവംബർ 23-ാം തീയതി ക്ഷേത്രത്തിലെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, കിഴക്കേ നടയിലുള്ള 2 പാതകൾ ഒഴികെയുള്ള മറ്റു പാതകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗക്കാർക്കും തുറന്നു കൊടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനീതിയുടെ ഒരു വിധപ്പെട്ട വശം അവിടെ ഇല്ലാതെയാവുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞതുപോലെ ഒട്ടനവധി പേർ ഈ ഒരു സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സവർണജാഥ. സവർണജാഥ എന്താണെന്ന് വെച്ചാൽ, വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരുടെ നേതൃത്വത്തിലാണ്?
മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. അതിന്റെ പേരാണ് സവർണ ജാഥ എന്നത്. സവർണ ജാഥ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശത്തിലാണ് കേട്ടോ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ നടക്കുന്നത്. ആരംഭിക്കുന്നത് 1924 നവംബർ മാസം 1-ാം തീയതിയാണ്. നവംബർ ഒന്നിനാണ്. സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നത് നവംബർ 12-നാണ് സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നത്. അപ്പോ സവർണ ജാഥ എവിടം മുതൽ എവിടം വരെയാണ്? വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക്. ആരാണ് നയിച്ചത്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞു. ഇനി അടുത്തതും ഇതേപോലെ തന്നെയുള്ള ഒരു ഐത്തത്തിനെതിരെ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്ര പ്രവേശനത്തിനും ഐത്തത്തിനും എതിരെ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. പേരിൽ നിന്ന് ലഭിക്കുന്നത് പോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സത്യാഗ്രഹം നടക്കുന്നത്. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവർ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 ആരംഭിച്ച സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് KPCC, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്നത്. ഇവിടെ സമര പരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം തന്നെ ക്ഷേത്രം അടച്ചിടേണ്ടതായി വന്നു. അത്രത്തോളം ശക്തമായിരുന്നു സമര പരിപാടികൾ. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനെയും P കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ് K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AK ഗോപാലൻ. അതുപോലെ മറ്റു നേതാക്കളായിട്ടുള്ള PK കൃഷ്ണപിള്ളയെയും എല്ലാം തന്നെ സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ച് സത്യാഗ്രഹം തടയുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. K കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകൾ ഇതിന് പിന്തുണയുമായിട്ട് നാനാദേശങ്ങളിൽ നിന്നും എത്തുകയാണ് പിന്നീടുണ്ടായത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചത്. ഇവിടെയും ഗാന്ധിജിയുടെ ഒരു കൈയുണ്ട്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാനായിട്ട് പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിൽ എന്താണ് പ്രക്ഷോഭം അതിശക്തമായി നിലനിൽക്കുന്ന സമയത്ത് K കേളപ്പൻ മരണം വരെ ഉപവാസം എന്ന ഒരു ആശയം കൊണ്ടുവരികയും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ക്ഷേത്ര പ്രവേശനത്തെ കുറിച്ചുള്ള അഭിപ്രായം അറിയുവാനായിട്ട് പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തി. ഇപ്പൊ ചോദിക്കാം, ഏത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു ജനഹിത പരിശോധനയിൽ എന്ത് സംഭവിച്ചു? ഭൂരിപക്ഷം ജനങ്ങളും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായിട്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനായി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബർ 1 ഗാന്ധിജി ഇടപെട്ടുകൊണ്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത് 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ചത് K കേളപ്പനാണ്. K കേളപ്പൻ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അപ്പോൾ എന്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം? പ്രധാനമായും എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്ന ആശയത്തിലൂന്നിയുള്ള
സമരമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്നത്. ഇനി തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായിട്ടൊരു സമരമുണ്ടായിരുന്നു. അതാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു. അതായത് ആദ്യകാലങ്ങളിൽ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 ക്ഷേത്രപ്രവേശനം സാധ്യമാക്കി എന്നുള്ളതാണ്. ഈ ഒരു വിളംബരത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള മറ്റൊരു സത്യാഗ്രഹമായിരുന്നു പാലിയം സത്യാഗ്രഹം. 1947 പാലിയം സത്യാഗ്രഹം. പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചെന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഈ ഒരു വിലക്ക് നീക്കുന്നതിനായിട്ട് രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് പാലിയം സത്യാഗ്രഹം നടത്തി. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളുമൊക്കെ പ്രയോഗിച്ചു. ഇത്തരത്തിലുള്ള രീതികളിലൂടെ സി കേശവനെ പോലുള്ള നേതാക്കളെ ഇവർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി മാറുകയാണ് ചെയ്തത്. 1947 പാലിയം സത്യാഗ്രഹം. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടു. ഇതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം എടുത്തു മാറ്റപ്പെടുകയാണ് ചെയ്തത്.